എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളന്റ് 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 79. ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹോളി സ്പിരിറ്റ് ചർച്ചിന് ഒരു മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കിൽ യൂസ് ചെയ്ത് കൺട്രോളിലാക്കി വെച്ചേക്കാണ്. യൂസ് അണിച്ച് കാരണം സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്താണ് അങ്ങനെ ഒരു അവസരം. അത് കിട്ടിയത് തന്നെ കായിട്ടു ശൗശവും മുന്നോട് ഈ സമയം ടാങ്കായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അതിൽ സ്കെൽട്ടൺ കിങ് ആയവനെ അവർ അറ്റാക്ക് ചെയ്യുന്നു. കായിട്ടുവിന്റെ അറ്റാക്ക് ശൗശവ് ഫർണൈസിൽ വെച്ചുള്ള അറ്റാക്ക് അത് പറയുമ്പോൾ ആ സമയം അവൻ സ്കെൽട്ടൺ ഗോസ്ഫയർ എന്നൊരു സ്കിൽ യൂസ് ചെയ്യാൻ നോക്കിയെന്ന്. അപ്പോഴാണ് ശൗശവളുടെ അൾട്ടിമേറ്റ് സ്കില്ലായ 3 കാനൺ വെച്ച് പ്രഷറാക്കുന്ന ആ സ്കിൽ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് അവനെ മാറാൻ പോലെ കഴിഞ്ഞില്ല, ലോക്കായി എന്ന് തന്നെ പറയാം. അതൊരു വഴിക്ക് നടക്കുന്ന നിങ്ങളുടെ ടാറ്റിക്സ് ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ്. നിങ്ങൾ തുടക്കം നന്നായിട്ട് ചെയ്തു, എന്നാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്തിനെ ഫേസ് ചെയ്യാൻ നോക്കിയ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കണ്ടോ എന്ന് പറഞ്ഞ് അവർ റെഡിയായി. അതിന്റെ അത്ര പവർഫുൾ ആയിട്ട് ടെറിഫിക് ആയിട്ടും ഉള്ള ഒരു അവർ തന്നെയായിരുന്നു. ഇതെന്ത് ഡ്രാഗൺ ആണ് എന്ന് മനസ്സിലാകാതെ ബാക്കിയുള്ളവർ അങ്കിൾ ബോണിന് ശേഷം ആരും തന്നെ ഈ ഡ്രാഗൺ മാർഷൽ സോൾ ആയിട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് പിന്നെ കണ്ടത്. അതാകട്ടെ ഒരു ഈവൽ സോൾ മോൺസ്റ്ററും അവരെ ഗ്രേവേഡ് എന്നൊരു സ്കില്ല് അത് യൂസ് ചെയ്യുന്ന യുഹാവ പോകാനായിട്ട് പറയുന്നു. അപ്പോഴുണ്ട് ചങ്ങല പോലുള്ള അത് ലോക്കായി അവർക്ക് പോകാൻ കഴിയുന്നില്ല. ഈ സ്കില്ല് യൂസ് ചെയ്താൽ സോൾ പവർ പയ്യെ സപ്രസ് ആകും. അവർ സോൾ സ്കില്ല് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് വർക്കിംഗ് ആകുന്നില്ല. സോൾ സ്കില്ല് ഉപയോഗിക്കാൻ നോക്കിയിട്ടും പിന്നെ വർക്കിംഗ് ആവുന്നില്ല. അപ്പോഴാകട്ടെ ലൂക്കിങ് അവന്റെ ബോഡി വലുതാക്കിയിട്ട് അത്രയും വെയിറ്റ് അത് നേരെ താഴേക്ക് വരുവാണ്. അതിന്റെ വലിപ്പം കണ്ടാൽ തന്നെ പേടിയാവും. 10,000 കിലോ എങ്കിലും കാണും. യുഹാവന് ബോൺ വെച്ച് മാറാൻ നോക്കി, എന്നാൽ അതും കഴിയുന്നില്ല. ഞാൻ അപ്പോഴേക്കും വന്ന് അത് തടയുകയാണ്. ഗോൾഡൻ ബോഡി എത്ര വലിയ സ്ട്രോങ് ആണെങ്കിൽ കുറച്ചു നേരം അത് തടയാൻ കഴിയുമല്ലോ. ഞാനില്ലായിരുന്നെങ്കിൽ അവരുടെ ടീം തന്നെ ഇപ്പോൾ തോറ്റനെ. അപ്പോഴേക്കും കായിട്ടു അറ്റാക്ക് ചെയ്ത് അതിൽ മാറിപ്പോയ സമയം ലൂക്കങ്ങ് പോയിസൺ ഗ്യാസ് ഇട്ടു. വാങ്ഡോങ്ങിനെ രക്ഷിക്കാനായി പറയുമ്പോൾ അവൾ ചെയ്യുന്ന പ്രശ്നം ദേവിയുടെ അതിനുള്ളിൽ പയ്യെ സോൾ പവർ സപ്രസ് ആകും. വേറെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അവൾ ബ്രേക്ക് ആക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയമാണ് ലൂക്കങ്ങ് പിന്നെ വന്ന് അത് അവന്റെ സെൽഫ് കോമ്പാറ്റ് സ്കില്ല് അത് യൂസ് ചെയ്ത് അവരുടെ മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ലിന്റെ ലൈറ്റ് കൊടുത്ത് അത് വെച്ച് തടഞ്ഞു. ഷൂന് കൂടി ചേർന്ന് ഐസംബ്രസ് പാം എന്നത് യൂസ് ചെയ്ത് അതിലവൻ തെറിച്ചുപോയി. അവന്റെ ബോഡിയൊക്കെ ഫ്രീസ് ആകുകയും ചെയ്തു. എന്നാൽ യാൻഫങ് യുഹാവോന് എക്സ്ട്രീം ഐസ് ഉള്ളത് കൊണ്ട് അതിശയം, കാരണം അവന്റെ ഐസ് എലമെന്റ് ചേർത്താണ്. അവന്റെ ഈവിൾ പവർ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയാൽ ഇതുപോലെ അവരെ സാല ചെയ്താൽ മതി. വാങ്ഡോങ് അതിന് വെറും സ്വപ്നം മാത്രം. അവനപ്പോഴാണ് അവന്റെ സോൾ സ്കില്ല് അത് യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അവളെ എടുത്തെറിഞ്ഞു. വാങ്ഡോങ് ആദ്യമായിട്ടൊരു 6ാമത്തെ സോൾ സ്കില്ല് അത് യൂസ് ചെയ്യണം. കുറെ ബട്ടർഫ്ലൈ അവന്റെ ദേഹത്ത് പറ്റി അവിടെ ചുറ്റുപറ്റി ആ ബട്ടർഫ്ലൈ വെച്ച് അറ്റാക്ക് ചെയ്യണം. അതവനെ നന്നായിട്ട് ഹർട്ടാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ചു നേരം ഒരുപാട് തവണ അവന്റെ മാർഷൽ സോൾ ഫോം പിന്നെ എടുക്കുകയാണ്. ഈവിൾ ഐസാണ്, അതുകൊണ്ടാണ് യുവാവന്റെ ഐസ് അവൻ എടുക്കാനായിട്ട് നോക്കുന്നത്. ഞാൻ അപ്പോഴേക്ക് ട്രാപ്പ് ആകുന്ന ടൈം യൂസാൻഷി കണ്ടിട്ട് നേരെ തടയാൻ നോക്കി, എന്നാൽ അതെല്ലാം പൊട്ടിച്ച് അവനെ നല്ല ഇഞ്ചറി ആക്കി. വാങ്ഡോങ് നോക്കി, എന്നാൽ അവളുടെ സ്കില്ല് ആ അറ്റാക്ക് ഒന്നും അഫക്റ്റ് ആകുന്നില്ല. അവന്റെ ബോൺ ഡ്രാഗന്റെ പവർഫുൾ എബിലിറ്റിയാണ് ഇത്. ഇതുകൊണ്ട് പിങ്ക് പെണ്ണിനോട് അവളുടെ അന്നിഹിലേഷൻ പോലെയുള്ള എബിലിറ്റിയിൽ നിന്നതിന് അത് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവൾ ഡേഞ്ചറിലാണ് എന്നത് യുഹാവയ്ക്ക് മനസ്സിലായി. അത് വന്ന് അടിച്ച് അതിൽ തെറിച്ചു പോകുന്ന സമയം യുഹാവ വന്ന് പിടിച്ചു മാറ്റിയത്. അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ നല്ല ഇഞ്ചറി പറ്റിയനി എന്ന് ഷൂയി. എങ്കിൽ അവൻ ഡിസ്റ്റർബൻസ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കായിട്ടു ഹെൽപ്പ് ചെയ്യുന്നു. അവന്റെ സോൾ ടൂളിലെ ഓരോന്നും വെച്ച് വാങ്ഡോങ്ങിന് കുഴപ്പമില്ല, പ്ലാൻ പോലെ പോട്ടെ എന്ന് ഞാനോട് ഇത് ആദ്യം ചെയ്താൽ പോരായിരുന്നു. യുഹാവനെ രക്ഷിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവള് പോയി. നേരെ ചെന്നിട്ട് അവനെ അടിച്ച് പുറത്ത് എത്തിച്ചു. എങ്കിലും അവൾ അവിടെ വീഴുവാണ്. മൊത്തം പവർ കഴിഞ്ഞ് കായിട്ടുവിന്റെ IFERൽ കുറച്ചുവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ യാൻഫങ് അത് നശിപ്പിച്ചു. ബ്ലൂ ഫ്ലെയിം യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. ടാസറ്റിന് കോർഡിനേഷൻ ഉണ്ട്, എങ്കിലും അവർക്ക് അഡ്വാൻറ്റേജ് ഇല്ല എന്നതാണ് പ്രശ്നം. അവൻ ഒറ്റയ്ക്ക് അത്ര പേരെ കൺട്രോൾ ആക്കി. യാൻഫങ്ങിന്റെ സ്ട്രെങ്ത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ ഡ്രാഗൺ സോൾ മോൺസ്റ്റർ തന്നെയാണ് എന്ന് ഔട്ട് ചെയ്യാൻ അവരായിരുന്നെങ്കിൽ ഇങ്ങനെ പോലെ ചാൻസ് ഉണ്ടാകില്ലായിരുന്നു എന്ന് വെയിന് എല്ലാവരും ചാവട എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് അത് അവർ ഷീൽഡ് യൂസ് ചെയ്ത് തടയാണ്. എല്ലാവരും ആൾമോസ്റ്റ് വീക്കായി. യാൻഫങ് എന്റെ ക്ലോസ് ആയത് അതുപോലെ ബെസ്റ്റായ ഡിസിബിൾ കൂടിയാണ് എന്ന് സിംഗ്ലി ജ്യൂസ് മനസ്സിൽ ഈ സമയം ടാങ് സെറ്റ് തോൽക്കാൻ പോവുകയാണ്. യുഹാ മനസ്സിൽ ഇതാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ട്രംപ് കാർഡ് എന്ന് പറഞ്ഞ് ഒന്ന് ചെയ്യുകയാണ്. അവന്റെ സ്പിരിറ്റായി അത് സെക്കൻഡ് അവേക്കണിങ് ചെയ്യുന്നു. ഫുൾ ബ്രൈറ്റ് എന്തോ നടന്നുപോയ ഇടയ്ക്ക് അവൾ സിൽവർ ലെവൽ അവേക്കണിങ് ചെയ്തത് കൊണ്ട് എല്ലാവരും അതിശയം. വാങ്ഡോങ് അവളെ രക്ഷിക്കാൻ ലവ്സിക്ക് ഹാർട്ട് ബ്രോക്ക് ആണ്. സ്കാർലറ്റ് അത് പോയപ്പോൾ ചലഞ്ച് കൊടുത്തല്ലോ, അതാണ് ആ ഹെർബല് അതിന്റെ കൾട്ടിവേഷൻ കൂടി. എന്നാൽ ഇത് ആൾറെഡി സ്നോ ഡീമൺ സെക്റ്റുമായിട്ടുള്ളതിൽ കഴിഞ്ഞതാണ്. എന്നാൽ അത് ഹൈഡ് ചെയ്ത് വെച്ച് ലൂഗാങ്ങിനോട് തടയാൻ പറഞ്ഞു. അവൻ വരുമ്പോൾ ഒരു കൈ വെച്ച് തടഞ്ഞു, മറ്റേത് ഷൂന് തടഞ്ഞ് വാല് വെച്ചടിക്കാൻ വന്നത്. അപ്പോഴാണ് അവന്റെ 2ാമത്തെ കൈ അതെടുക്കുന്നത്. പെങ്ങ് കണ്ട് ഞെട്ടി, കാരണം അവന്റെ സോൾ പവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ബോണിലാണല്ലോ അവേക്കണിങ് ആകാൻ. അതിൽ നിന്ന് സോൾ പവർ എടുക്കുന്നതോടൊപ്പം അത് കുറയുകയും ചെയ്യും. അവന്റെ ബോഡി പയ്യെ റിക്കവർ ആകും. അങ്ങനെ അടിച്ച് തട്ടി മാറ്റി. അതോടൊപ്പം ഐസ് എക്സ്പ്ലോഷൻ എന്ന സ്കില്ല് യൂസ് ചെയ്തു. മുൻപ് ഐസംബ്രസ് പാമ്പും കൊടുത്ത് ബോഡി ഫ്രീസ് ആക്കിയിരുന്നല്ലോ. അവനെ തുണ്ടാക്കി കളഞ്ഞു. എന്നാൽ അവന്റെ ഫാറ്റ് കാരണം അവൻ ഡെഡായില്ല.
7 ലെവൽ സ്കില്ല് സോൾ സ്കില്ല് ഉള്ള ഒരു അറ്റാക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയം ഷൗ ടാങ്ഡായിനെ കൺട്രോളൊക്കെ വെച്ചേക്കാണല്ലോ. അവള് വീക്കായി എങ്കിലും പിന്നെ തടയാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ടാങ് സെറ്റിന് ചെറിയൊരു അഡ്വാൻറ്റേജ് വന്ന പോലെ എന്ന് പ്രിൻസസ് ജൂ. എന്നാൽ യാൻഫെങ് അവൻ്റെ ഒരു ഈവിൾ സോൾ സ്കില്ല് യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ പേര് ഐസ്റ്റൈഡ്. അത് ഡേഞ്ചർ ആണെന്നും മനസ്സിലാക്കി പെട്ടെന്ന് മാറണം എന്ന് യുഹവ അവർ മാറാൻ നോക്കി. എന്നാൽ അവരെ അത് കൊണ്ടുപോയി. അവർ കറക്കി അവസാനം ഫ്രീസാക്കി. രണ്ടുപേരും ട്രാപ്പായി. ഇതാണ് അവസരം എന്ന് ഷൂട്ട് ചെയ്യാൻ. യാൻഫെങ് ഫയർ അത് ഉപയോഗിച്ച് ആ ഐസിനെ ഇല്ലാതാക്കാനായിട്ട് തുടങ്ങി. അവസാനം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമ്പോൾ യുഹാവ വാങ്ങിട്ടൊന്നിനെ ഇല്ലാതാകുന്നതാണ് കാണിക്കുന്നത്. ഈ ഇലൂഷൻ പോലെ ഒന്ന് തോന്നി എങ്കിലും എല്ലാവരും കണ്ട് ഷോക്കായി പോയി. ആ സമയം അവിടെ മഴയൊക്കെ പെയ്യുകയാണ്. യുഹാവിന്റെ വീൽ ചെയർ കാണുന്നുണ്ട്. എല്ലാവരും കണ്ട് ഞെട്ടിപ്പോയി. ഒന്ന് റിയാക്ട് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഷോയ് കണ്ടിട്ട് അവന്റെ എക്സ്ട്രീം ഐസൈറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്ന രീതിയിൽ സിംഗ്ലി ഷൂട്ട് ചെയ്യാനൊക്കെ ഹാപ്പി. യാൻഫെങ് ആകട്ടെ കൊലച്ചിരി. എന്നാൽ അപ്പോഴാണ് യുഹാവനെ കാണുന്നത്. അവിടെ ആകാശത്ത് 2 ഷാഡോ. അവർക്കൊന്നും ചെയ്യാൻ അവർക്കൊന്നും പറ്റിയില്ല. നോക്കുമ്പോണ്ട് ലൂഫെങ് സൈഡായി കിടക്കുന്നത്. അവൻ ഔട്ടായി. കൂടാതെ ടീമേറ്റിന്റെ കയ്യിൽ നിന്ന് തന്നെ അവൻ ഡെഡായി എന്നാണ്. ഇതെങ്ങനെയൊന്നും ആർക്കും മനസ്സിലായില്ല. ഒരുപാട് ഹാപ്പി ആയതുപോലെ അല്ലേ നിന്റെ ഈവൾ ഐസ് എൻ്റെ എക്സ്ട്രീം കോൾഡ് ഐസിന്റെ മുൻപിൽ ഒന്നുമല്ല. അവനാകട്ടെ അവന്റെ ബോണ് ആ ഡ്രാഗൺ മോസ്റ്റ് മെന്റൽ കൺട്രോളിലുള്ള സ്കില്ലോട് ഉള്ളതാണ്. എന്നാൽ ഇതെങ്ങനെ യുഹാവ ബ്രേക്കാക്കി എന്ന് മനസ്സിലായില്ല. അതിന് യുഹാവ തന്നെ പറയുന്നുണ്ട് അവന്റെ സെക്കൻഡ് അവേക്കണിങ് ടൈം ചെയ്ത 2ാമത്തെ ട്രങ്കാർഡ് സോൾ സിമുലേഷൻ. അതാണ് റിയം ഓഫ് മെന്റൽ ഡിസ്റ്റർബൻസ്. അതുപയോഗിച്ച ടൈം നോട്ടീസ് നീ ചെയ്തില്ല. ഇതൊക്കെ ഡൂബൂസി കാണുന്നുണ്ട്. ഇനി എന്താണോ അവിടെ പ്രശ്നം? യാൻഫെങ് അതിന് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല. നിന്റെ സോൾ 49 ഡേയ്സ് റിഫൈൻ ചെയ്ത് ഹിസ്റ്ററി ടോർച്ചർ ചെയ്യും. അതോടൊപ്പം ഇപ്പോൾ അവന്റെ സ്പിരിറ്റായി ക്ലോസ് ആയി. അതിനർത്ഥം അവന്റെ മെന്റൽ പവർ കുറഞ്ഞു എന്നാണ്. ഈ സ്കില്ല് യൂസ് ചെയ്തത് കാരണം ഒന്ന് കൂളായാൽ അവന്റെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ കഴിയും. അങ്ങനെയെങ്കിൽ യുഹവയ്ക്ക് എന്നല്ല ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവന്റെ മാർഷൽ സോൾ ഫോം ചെയ്ത ഫയർ അത് റെസിസ്റ്റ് ചെയ്യാൻ അവന് ഒരുപാട് മെന്റൽ സ്ട്രെങ്ത് ഉപയോഗിച്ചിരുന്നു. അത് കൺസ്യൂമായി എൻ്റെ സ്പിരിച്വൽ പവറിനെ അറ്റാക്ക് ചെയ്യാൻ കൊടുത്തത് നിന്റെ സ്പിരിച്വൽ പവർ തന്നെയാണ്. ഇനി അടുത്ത മെന്റൽ പവർ വെച്ചുള്ള സ്പിരിച്വൽ പവർ വെച്ചുള്ള അറ്റാക്ക് അത് ഇനി കഴിയില്ല. നിന്റെ സോൾ അറ്റാക്ക് എന്നെ ബ്രേക്ക് ചെയ്യാൻ സോൾ സ്കില്ലുള്ള അറ്റാക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തോറ്റു. എല്ലാവരും കേട്ട് ഷോക്ക്. കറക്റ്റ് അല്ലേ യുഹവയ്ക്ക്? ഇത് വെറും ഒരു സോൾ സെയിന്റിന്റെ പവറല്ല. അവന്റെ മെന്റൽ സ്ട്രെങ്ത് വളരെ മെച്യൂർ ആയിട്ടുള്ളതാണ്. അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ഇനി ലാസ്റ്റ് ട്രങ്കാടേ ഉള്ളൂ എന്ന് ഭയങ്കര കഴിയുന്നുണ്ട്. അവൾ കഴിഞ്ഞ രാത്രി കണ്ടിട്ട് പോയി. ഇത്ര കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ ടൈമില് അവയ്ക്ക് ഒരു ഒബ്ജക്റ്റ് കൊടുത്തിരുന്നു. പീകോക്ക് ഡാൻസിന്റെ ഭാരമായിട്ട് എനിക്ക് ആരുടെ ഔദാര്യമുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ പേരാണ് ബുദ്ധ ടീയേഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. വേറെ ഒരു പേരാണ് ഇതിനെ ആഡ് ചെയ്യുക. യുഹാവന്റെ സ്പിരിറ്റ് അതിലേക്ക് ആ ഒരു ഡ്രോപ്പ് കയറിയ അതോടെ അവന്റെ സ്പിരിച്വലായി ഡ്രാഗൺ അഡ്ബുൾസ് കിട്ടിയ. അത് ഷോയ്ക്ക് മനസ്സിലായില്ല. മാർഷൽ സോൾ ഫ്യൂച്ചേഴ്സ് ഇല്ലോ. അത് തന്നെ യുഹാവ വാങ്ങിക്കോറിന്റെ ഡ്രാഗൺ ക്രൈ ഓഫ് ഡെസ്റ്റിനി എന്നതാണ്. അത് 100% മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ലിന്റെ മാച്ച് ആകുന്നുണ്ട്. ഇത് അവന്റെ സോൾ പവർ മെന്റൽ പവർ അതോടൊപ്പം സ്ട്രെങ്തും കൂട്ടിക്കിടും. എന്നാൽ ഇതല്ല യുഹാവ വാങ്ടോങ്ങിനെ വിളിച്ചു വരുത്തി അവളുടെ ഐസും അവളുടെ ബട്ടർഫ്ലൈയും കൂടി ചേർത്ത 1 മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കില്ല് അതെടുക്കുകയാണ്. പർപ്പിൾ ഗോൾഡ് ഡ്രാമോണിക് ബട്ടർഫ്ലൈ ട്രാൻസ്ഫോർമേഷൻ. അവിടെ ഒരു ഡ്രാഗൺ കിങ് പോലെയുള്ള ഒരാൾ അപ്പിയറായിട്ട് നിൽക്കുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.